യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ രാത്രി അതിക്രമത്തിനെത്തിയ പോലീസിനെ വിറപ്പിച്ച് തിരിച്ചയച്ചിരിക്കുകയാണ് UDF പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിക്കോട് വടകര തിരുവള്ളൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം മേഖലയിൽ ലീഗ് CPM സംഘർഷം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് സിദ്ദിഖ്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പരിശോധന പൂർത്തിയാക്കാതെ മടങ്ങി. ഇനിയും ഇത്തരം നെറികെട്ട പ്രവൃത്തികളുണ്ടായാൽ വന്ന പോലെ തിരിച്ചു പോകില്ല എന്നാണ് നേതാക്കൾ പോലീസിനോട് പറഞ്ഞത്. ഇതോടെയാണ് പരിശോധന പാതി വഴിക്ക് നിർത്തി പോലീസ് സംഘം തിരിച്ചുപോയത്. വീട്ടിൽ പാതിരാത്രിക്ക് എത്തിയ പോലീസ് സംഘം പ്രസവിച്ചു കിടക്കുകയായിരുന്ന സ്ത്രീയുടെ മുറിയിൽ കയറി വരെ പരിശോധന നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നതും പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം സാധാരണ സംഭവങ്ങളാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്താണ്? കേസിൽ പോലീസിനെ ആയുധമാക്കുകയാണ് CPM ചെയ്യുന്നത്. സ്ത്രീകളടക്കം താമസിക്കുന്ന പൊതുപ്രവർത്തകന്റെ വീട്ടിൽ എന്തിന് പോലീസ് കടന്നു ചെല്ലണം? അത്ര വലിയ കൊടും കുറ്റവാളിയാണോ ഈ പൊതുപ്രവർത്തകൻ? സ്വർണം കട്ടവനടക്കം പുറത്തിറങ്ങി വിലസി നടക്കുന്ന നാട്ടിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ പോലീസ് കുറ്റവാളി വേട്ട നടത്താൻ ശ്രമിച്ചത്. എന്നാൽ വീട്ടിൽ കയറി തോന്നിയവാസം കാണിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ആ രാത്രി തന്നെ UDF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും സിദ്ദിഖിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തി. പിന്നാലെ പോലീസ് പിൻവാങ്ങുകയായിരുന്നു. വലിയ രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന ഇടമാണ് തിരുവള്ളൂർ. കഴിഞ്ഞ ദിവസം തിരുവള്ളൂർ ചാനിയം കടവിന് സമീപം 3 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയ സംഭവം നാടിനെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. നാട്ടുകാരിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ചാനിയം കടവ് ശാന്തിനഗർ ഭാഗത്ത് നെടുമ്പ്രമണ്ണ റോഡിന് അടിയിലൂടെ പോകുന്ന ചാലിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. ബക്കറ്റിൽ മണൽ നിറച്ച അതിനുള്ളിലായിരുന്നു സ്റ്റീൽ ബോംബുകൾ സൂക്ഷിച്ചിരുന്നത്. സ്ക്വാഡ് എത്തി ബോംബുകൾ പുറമേരി കുനിങ്ങാട് ക്വാറിയിലെത്തിച്ച് നിർവീര്യമാക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് മുൻപും ശേഷവും CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശത്താണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് LDF UDF പ്രവർത്തകർ തമ്മിലും ഇവിടെ തർക്കമുണ്ടായിരുന്നു. സംഘർഷത്തിൽ 2 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒരു CPM പ്രവർത്തകനും പരിക്കേറ്റിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പോലീസിന്റെ നരനായാട്ടിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആണെങ്കിൽ ഇതിനകത്ത് കയറാൻ പാടില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസികതയെ പറ്റിയ ഞങ്ങൾ വീഡിയോ ഉണ്ട്. മോഷണം നടത്തിയത് അലമാര പരിശോധിച്ചു. എന്റെ കുഴപ്പമില്ല. നടക്കൂലേ? ഒരു കാര്യം, ആ പെണ്ണിനെ നമ്മൾ ഇന്നലെ ഈ വിഷയത്തെ മാന്യമായിട്ട് സംസാരിച്ചു. മേഡം ഇന്നലെ സംസാരിച്ചാണല്ലോ. നമ്മൾ ഈ സേവ ഇല്ല, DYFന്റെ പണിക്ക് വന്നതാ. അത് നടക്കുക.
നമ്മൾ ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരാ. ഇന്നലെ മേഡത്തിനറിയാം ഇന്നലെ സംസാരിക്കുന്നത് ഒന്നുമല്ല. നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ മാന്യമായിട്ട് ഈ വിഷയം മിനിറ്റ് നമ്മുടെ സ്റ്റേഷനിലുണ്ട്. ഉളുപ്പ് പോടാ അത് നിങ്ങൾ കേട്ടില്ല പിടിക്കാൻ വന്നു കേട്ടോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടല്ലോ കോടതി പോയിട്ട് വന്നു. നിന്റെ ഭർത്താവിന്റെ പോയിക്കഴിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ വേണ്ടാണ്ട് കുറ്റം തോന്നുന്നുണ്ടെന്ന് ഞാൻ എന്താ വേണ്ട എന്റെ വീഡിയോ വന്ന് കുട്ടിയോ മുകളിൽ എന്നാ രാവിലെ മാനസിക നിലവാരം മനസ്സിലാക്കാൻ ഞാൻ വടകര നിങ്ങൾ ഏത് കേസ് നമുക്കെന്താ ഒരു വനിതാ പോലീസ് ഒരു വീട്ടുകാരാ പരിശോധിച്ചു അലമാര പരിശോധിച്ചാണ് പറയൂ ആള് കയറിയിരിക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളെല്ലാം വനിതാ പോലീസ് വീഡിയോ ഉണ്ട് ധിക്കാരപരമായി ഇത് സിനിമ അല്ല ധിക്കാരപരമായി 4 വനിതാ പോലീസുകാരെ ചെറുപ്പ ദിവസമായി കാണാൻ ശ്രമിച്ചിട്ട് ചെയ്തോ അതിന് ചെരുപ്പ് വെച്ചിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആ രൂപത്തിൽ സംസാരിക്കാം